പെട്ടെന്നൊരാളോട് തോന്നുന്ന തീവ്രമായ ഇഷ്ടം ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. പൂർവ്വജന്മത്തിൽ കംപ്ലീറ്റഡ് ആവാത്ത പല കാര്യങ്ങളും ഈ ജന്മത്തിൽ നമ്മളെ തേടി വരുന്നു. ഇത്തരത്തിലൊന്നാണ് റിലേഷൻഷിപ്പ്. പൂർവ്വജന്മങ്ങളിൽ എവിടെയോ നമ്മൾ ഒരാളോട് കടം വെക്കുന്നുണ്ടെങ്കിൽ ആ കടം തീർക്കാൻ ഈ ജന്മം അവർ നമ്മളെ തേടി വരുന്നതാണ്. ആ കടവുമായി വരുന്ന ആളുകളോട് നമുക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നും. അവരില്ലാതെ നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല, അവരാണ് നമുക്കെല്ലാം എന്ന ഒരു തോന്നലിൽ നമ്മൾ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും. ഇതിലൂടെ ആ ബന്ധത്തിലേക്ക് നമ്മൾ കടക്കുകയും അവരുമായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒക്കെ ചെയ്യും. എന്നാൽ മുന്നോട്ട് പോകും തോറും ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഈ വ്യക്തി ഗുഡ് കർമാസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സോളാണെങ്കിൽ ഈ വ്യക്തി ഈ തകർച്ചയിൽ നിന്ന് സ്പിരിച്വൽ അവൈക്കണിങ്ങിൽ കൂടി തന്റെ ജീവിതത്തെ വീണ്ടും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. എന്നാൽ ബാഡ് കർമാസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ സിറ്റുവേഷനിൽ നിൽക്കുന്നതെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അവരുടെ ജീവിതത്തെ മോശപ്പെട്ട രീതിയിൽ നശിപ്പിച്ച് കളയും. ഈ വ്യക്തിയെ നിമിത്തമാക്കി അല്ലെങ്കിൽ ഈ വ്യക്തി കാരണം തന്റെ ജീവിതം നശിച്ചു എന്ന പേരിൽ അവർ അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയും. എന്നാൽ ഗുഡ് കർമ്മ ചെയ്തിട്ടുള്ള ആ പേഴ്സൺ ആണെങ്കിൽ പൂർവ്വജന്മങ്ങളിലൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ള ആ മുറിവുകളെല്ലാം അവർ ഉണക്കി അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ ഇന്നർ സോളുമായി കണക്ട് ചെയ്ത് ആ ലൈഫിനെ അവര് നല്ല രീതിയിൽ മുന്നോട്ട് ലീഡ് ചെയ്യും. ഇവിടം തൊട്ടാണ് ആ വ്യക്തിയുടെ ലൈഫിലെ റിയൽ ജേണി, സ്പിരിച്വൽ ജേണി സ്റ്റാർട്ട് ആവുന്നത്. ഇതിൽ ഏതാവണമെന്ന് ആ സോൾ ആണ് തീരുമാനിക്കുന്നത്. ഗുഡ് കർമ്മ എപ്പോഴും നല്ലതിലേക്ക് കൊണ്ടുപോകുന്നു, എന്നാൽ ബാഡ് കർമ്മ അവരവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു. നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.